മായമില്ലാത്ത നീ ഭഗവാന്റെ വിഗ്രഹത്തിന് മാത്രം പോരാ, ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമാണ്. അതുകൂടി പരിഗണിച്ചാൽ നന്നായിരിക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി കൂടിയായ ദേവസ്വം മന്ത്രി. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മായം കലരാത്തൊരു ഭക്ഷണം പോലും ഇന്നത്തെ കാലത്ത് കിട്ടാനില്ല. ഭക്ഷണത്തിൽ മാത്രമല്ല, ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ അതിനായിട്ട് കൊടുക്കുന്ന മരുന്ന് പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മന്ത്രി മോശമായ നെയ്യ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ വിഗ്രഹത്തിന് ദോഷമായിട്ട് ഭവിക്കും എന്നൊക്കെ പറയുന്നത്. ശരിയാണ്, നിങ്ങളാണ് ദേവസ്വം വകുപ്പ് മന്ത്രി, ഇതൊക്കെ നിങ്ങളുടെ ഒരു ചുമതലയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളൊരു ചുമതല കൂടി താങ്കൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ വഴിക്ക് കൂടി ഒന്ന് കാര്യമായിട്ട് ഇടപെടാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ നാട്ടിലെ മനുഷ്യരെല്ലാവരും ഇതുപോലുള്ള നെയ്യും പാലും എണ്ണയും തൈരും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അതിലൊന്നും ഇതുപോലെ മായം ചേർക്കുന്നില്ല എന്നൊന്നും നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുന്നത് എവിടെയും കണ്ടിട്ടില്ല. എല്ലാത്തിനും അവസാനം വിഗ്രഹത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ പേടി. അല്ലാതെ ഈ ജനങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടിയില്ല. ഈ നാട്ടിലെ ജനങ്ങളാണ് നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആ ചുമതലയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അപ്പൊ അവരെയാണ് നിങ്ങൾ ദൈവതുല്യം കാണേണ്ടത്, അവരെയാണ് നിങ്ങൾ ദൈവതുല്യം പരിപാലിക്കേണ്ടത്. ആ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് സംരക്ഷിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇനി വോട്ട് കിട്ടുള്ളൂ. ആ വോട്ടിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് അവരെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഹെൽത്ത് മിനിസ്റ്റർ കൂടിയായ ദേവസ്വം മന്ത്രി. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തെ വന്ദിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. പക്ഷേ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നിങ്ങളെ ഈ സ്ഥാനത്ത് കൊണ്ടിരുത്തിയിരിക്കുന്ന ഇന്നാട്ടിലെ മനുഷ്യരെ വന്ദിച്ചില്ലേലും നിന്ദിക്കരുത്.